നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. കുട്ടനല്ലൂരിൽ പ്രണയത്തിൽ നിന്നും പിന്മാറിയതിന് യുവാവ് പെൺകുട്ടിയുടെ വീട്ടിലെത്തി തീ കൊളുത്തി ആത്മഹത്യ ചെയ്തു. കണ്ണാറ സ്വദേശി 23 വയസ്സുള്ള അർജുൻ ലാലാണ് മരിച്ചത്. കൊറിയർ വഴി വിവിധ സംസ്ഥാനങ്ങളിലേക്ക് കഞ്ചാവ് കടത്തിയ മുഖ്യപ്രതിയെ തൃശൂർ സിറ്റി പോലീസ് ലഹരിവിരുദ്ധ സ്ക്വാഡ് അറസ്റ്റ് ചെയ്തു. മുംബൈ സ്വദേശി യോഗേഷ് ഗണപത് റാങ്ഡെയാണ് അറസ്റ്റിലായത്. മാള ഡിഫോൺ കലോത്സവത്തിലെ സംഘർഷവുമായി ബന്ധപ്പെട്ട് 3 KSU പ്രവർത്തകർ അറസ്റ്റിൽ. KSU ജില്ലാ പ്രസിഡന്റ് ഗോകുൽ, സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം സുദേവ്, സംസ്ഥാന ട്രഷറർ സച്ചിൻ എന്നിവരാണ് അറസ്റ്റിലായത്. ബസ്സിലേക്ക് ഓടിക്കയറുന്നതിനിടെ കാൽവഴുതി വീണ് ബസ്സിനടിയിൽപ്പെട്ട് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന കണ്ടക്ടർ മരിച്ചു. എളവള്ളി പറക്കാട് സ്വദേശി പറങ്ങാട്ട് 39 വയസ്സുള്ള ധനേഷാണ് മരിച്ചത്. ബഹിരാകാശ രംഗത്ത് പുതുചരിത്രമെഴുതി ഇന്ത്യ. ISROയുടെ 100ാം വിക്ഷേപണം വിജയകരം. സംസ്ഥാനത്ത് സ്വർണ്ണവില വീണ്ടും കുതിച്ചുയർന്നു. പവന് 680 രൂപയാണ് ഒറ്റയടിക്ക് വർദ്ധിച്ചത്. 60,760 രൂപയാണ് ഒരു പവൻ സ്വർണത്തിന്റെ ഇന്നത്തെ വില. കുറുമാലിപ്പുഴയിൽ വേനൽക്കാലത്ത് നിർമ്മിക്കുന്ന താൽക്കാലിക മൺചിറകളുടെ നിർമ്മാണത്തിന് പ്ലാസ്റ്റിക് ചാക്കുകൾ ഉപയോഗിക്കുന്നത് വിലക്കിക്കൊണ്ടുള്ള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ഉത്തരവ് ജലരേഖയായി. ചിറകളുടെ നിർമ്മാണത്തിന് ഈ വർഷവും ഉപയോഗിച്ചത് ആയിരക്കണക്കിന് പ്ലാസ്റ്റിക് ചാക്കുകൾ. ദേശീയപാത കയ്പമംഗലം കാളമുറിയിൽ കാറും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രക്കാരനായ യുവാവിന് പരിക്കേറ്റു. കൂരിക്കുഴി സ്വദേശി വളവത്ത് വീട്ടിൽ സൂരജിനാണ് പരിക്കേറ്റത്. കൊടുങ്ങല്ലൂരിൽ സിനിമാ തിയേറ്റർ വളപ്പിൽ തീപിടുത്തം. തെക്കേനടയിലെ ശ്രീ കാളീശ്വരി തിയേറ്ററിന്റെ പിറകിൽ കൂട്ടിയിട്ടിരുന്ന പഴയ മാലിന്യത്തിനാണ് തീപിടിച്ചത്. കയ്പമംഗലം കൂരിക്കുഴി കമ്പനിക്കടവ് ബീച്ചിൽ കടലാമയുടെ ജഡം കരക്കടിഞ്ഞു. മത്സ്യബന്ധനത്തിനെത്തിയ തൊഴിലാളികളാണ് കമ്പനിക്കടവിന് സമീപം ജഡം കരക്കടിഞ്ഞ നിലയിൽ കണ്ടെത്തിയത്. റേഷൻ വിതരണത്തിലെ അപാകതകൾ പരിഹരിക്കുക, റേഷൻ കടകളിൽ അരി ഉൾപ്പെടെയുള്ളവയുടെ ലഭ്യത ഉറപ്പുവരുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് തൈക്കാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി റേഷൻ കടയ്ക്ക് മുന്നിൽ ധർണ നടത്തി. KPCC സെക്രട്ടറി CC ശ്രീകുമാർ ധർണ ഉദ്ഘാടനം ചെയ്തു. തോളൂർ മുള്ളൂർ കായൽ പരിസരത്ത് CCTV ക്യാമറ വെക്കണമെന്ന പൊതുജനങ്ങളുടെ ആവശ്യത്തിന് പരിഹാരമായി. മുള്ളൂർ കായൽ റോഡരികിൽ CCTV ക്യാമറ സ്ഥാപിച്ചു. തോളൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റേഷൻ കടയുടെ മുന്നിൽ പ്രതിഷേധ കൂട്ടധർണ നടത്തി. അടാട്ട് ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് K കുഞ്ഞുണ്ണി പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് നേതാവായിരുന്ന എരുമപ്പെട്ടി കുന്നത്തേരി താണിക്കൽ ഷാജുവിന്റെ 1ാം ചരമവാർഷികം ആചരിച്ചു. എരുമപ്പെട്ടി മണ്ഡലം 136ാം ബൂത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന ചടങ്ങിൽ UDF കുന്നംകുളം നിയോജക മണ്ഡലം കൺവീനർ അമ്പലപ്പാട്ട് മണികണ്ഠൻ അനുസ്മരണം നടത്തി. സംസ്ഥാനത്തെ റേഷൻ വിതരണം താറുമാറാക്കിയ സംസ്ഥാന സർക്കാരിനെതിരെ കുന്നംകുളം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കക്കാട് റേഷൻ കടയ്ക്ക് മുമ്പിൽ പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചു. DCC ജനറൽ സെക്രട്ടറി KC ബാബു ഉദ്ഘാടനം ചെയ്തു. എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് സ്പോർട്സ് സാമഗ്രികൾ വാങ്ങുന്നതിനുള്ള ഫണ്ട് കൈമാറി. സ്കൂളിൽ നടന്ന ചടങ്ങിൽ തൃശൂർ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ചെക്ക് കൈമാറി. വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റിയിലെ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റിന്റെ സംയുക്ത പാസിംഗ് ഔട്ട് പരേഡ് ഉത്രാളിക്കാവ് പൂരം എക്സിബിഷൻ ഗ്രൗണ്ടിൽ നടന്നു. സേവ്യർ ചിറ്റിലപ്പള്ളി MLA സല്യൂട്ട് സ്വീകരിച്ചു. ദേശീയ യോഗ കിരീടം ഗുരുവായൂർ ശ്രീ ഗോകുലം പബ്ലിക് സ്കൂളിന്. ഗോവയിൽ നടന്ന നാഷണൽ യോഗ ചാമ്പ്യൻഷിപ്പിൽ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള 100ഓളം സ്കൂളുകളെ പിന്തള്ളിയാണ് ഗോകുലം സ്കൂൾ വിജയിച്ചത്. എളവള്ളി പഞ്ചായത്തും പിന്നോക്ക വികസന വകുപ്പും സംസ്ഥാന ആയുഷ് വകുപ്പും സംയുക്തമായി സൗജന്യ ഹോമിയോ മെഡിക്കൽ ക്യാമ്പ് നടത്തി. വാഗ കാക്കത്തുരുത്തിയിൽ നടന്ന മെഡിക്കൽ ക്യാമ്പ് എളവള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് ഉദ്ഘാടനം ചെയ്തു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി 3 പീടിക യൂണിറ്റിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കമായി. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ വൈസ് പ്രസിഡന്റ് P പവിത്രൻ യോഗം ഉദ്ഘാടനം ചെയ്തു.
ഉത്രാളിക്കാവ് പൂരത്തിന് മുന്നോടിയായി നടന്ന കുമരനെല്ലൂർ ദേശത്തിന്റെ ദേശപ്പാന ഭക്തി നിർഭരമായി. കൃഷ്ണൻകുട്ടി കരിമത്ര ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു. എരുമപ്പെട്ടി കുട്ടഞ്ചേരി ഗവൺമെന്റ് LP സ്കൂളിൽ മുകുളം കിഡ്സ് ഫെസ്റ്റ് നടന്നു. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഡോക്ടർ VC ബിനോജ് ഉദ്ഘാടനം ചെയ്തു. സേവാഭാരതി കുന്നംകുളം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ നൽകിവരുന്ന അന്നദാനം 3ാം വർഷത്തിലേക്ക്. അന്നദാനം താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. പീച്ചി വാഴാനി ടൂറിസം കോറിഡോർ നിർമ്മാണ പ്രവർത്തനത്തിന്റെ ഭാഗമായി ആരംഭിച്ച പുന്നമ്പറമ്പ് സെന്റർ വികസനവും കനാൽ പാലം നിർമ്മാണവും അതിവേഗം പുരോഗമിക്കുന്നു. സേവ്യർ ചിറ്റിലപ്പള്ളി MLAയുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികൾ നിർമ്മാണ പ്രവർത്തികൾ വിലയിരുത്തി. ചേലക്കര കാളിയ റോഡ് ചന്ദനക്കുടം നേർച്ചയോടനുബന്ധിച്ച് സുരക്ഷാ ക്രമീകരണ വിശദീകരണ യോഗം ചേർന്നു. പള്ളി ജാരമംഗണത്തിൽ നടന്ന യോഗം K. രാധാകൃഷ്ണൻ MP ഉദ്ഘാടനം ചെയ്തു. ഫെബ്രുവരി 13, 14, 15 തീയതികളിലായാണ് പ്രസിദ്ധമായ കാളിയ റോഡ് ചന്ദനക്കുടം നേർച്ച. എടത്തുരുത്തി പഞ്ചായത്ത് മുട്ട കോഴിക്കുഞ്ഞുങ്ങളുടെ വിതരണം ചെയ്തു. എടത്തുരുത്തി മൃഗാശുപത്രിയിൽ നടന്ന ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു വിതരണോദ്ഘാടനം നിർവഹിച്ചു. പാലുവായ് റോഡിലെ ചോമായമംഗലത്ത് മനയുടെ നടവഴികളിലൂടെ നടന്നും കാവുകളുടെ കാഴ്ചകൾ കണ്ടറിഞ്ഞും MULP സ്കൂളിലെ വിദ്യാർത്ഥികൾ. പ്രഥമ ഡോക്യുമെന്ററി സ്കൂൾ നവതി ആഘോഷ സമാപനത്തിൽ പ്രദർശിപ്പിക്കും. കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ നടപ്പാക്കുന്ന അക്കാദമിക് മുന്നേറ്റ പരിപാടിയുടെ ഭാഗമായി ശനിയാഴ്ച സാഹിത്യ അക്കാദമിയിൽ സംസ്ഥാന മികവുത്സവം സംഘടിപ്പിക്കും. ശനിയാഴ്ച ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ R. ബിന്ദു ഉദ്ഘാടനം നിർവഹിക്കും. KSU നേതാക്കളുടെ വീടുകളിൽ കയറി ഭീഷണിപ്പെടുത്തിയ SFI DYFI പ്രവർത്തകർക്കെതിരെ നടപടിയെടുക്കണമെന്ന് കോൺഗ്രസ്. KSU പ്രവർത്തകരായ ആദിത്യൻ, നിഹാൽ റഹ്മാൻ എന്നിവരുടെ വീടുകളിൽ കയറിയാണ് കഴിഞ്ഞ ദിവസം രാത്രി SFI DYFI പ്രവർത്തകർ ഭീഷണിപ്പെടുത്തിയതെന്ന് കോൺഗ്രസ് നേതാക്കൾ ആരോപിച്ചു. ഫുട്ബോളിൽ കഴിവുള്ളവരെ കണ്ടെത്തി മതിയായ പരിശീലനം നൽകിയാൽ 25 വർഷത്തിനുള്ളിൽ ഇന്ത്യക്ക് ലോകകപ്പ് കളിക്കാനാകുമെന്ന് മുൻ ഇന്ത്യൻ ഫുട്ബോൾ ടീം ക്യാപ്റ്റൻ IM വിജയൻ. തന്റെ വിജയത്തിന് പിന്നിൽ അമ്മയും ഭാര്യയുമെന്നും IM വിജയൻ. തൃശൂർ കല്ലുംപുറം റോഡ് ടാറിങ്ങും കുന്നംകുളം ജംഗ്ഷൻ വികസനവും ഉടൻ ആരംഭിക്കാൻ ധാരണ. AC മൊയ്തീൻ MLAയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. ഏങ്ങണ്ടിയൂരിലെ ദളിത് യുവാവ് വിനായകൻ പോലീസ് മർദ്ദനത്തെ തുടർന്ന് ആത്മഹത്യ ചെയ്ത കേസിൽ ദളിത് സമുദായ മുന്നണി പ്രതിഷേധവുമായി രംഗത്ത്. പോലീസുകാർക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് ദളിത് സമുദായ മുന്നണി കളക്ടറേറ്റിന് മുന്നിൽ ധർണ നടത്തി. തൃശൂർ യുവകലാ സാഹിതിയുടെ ആഭിമുഖ്യത്തിൽ സാഹിത്യ അക്കാദമിയിൽ ഞായറാഴ്ച സംഘടിപ്പിക്കുന്ന പുസ്തക പ്രകാശന ചടങ്ങ് രാജ്യസഭാംഗം PP സുനീർ ഉദ്ഘാടനം ചെയ്യും. പുന്നയൂർകുളം സൈനുദ്ദീൻ രചിച്ച ക്രിമിനൽ താമസിച്ചിരുന്ന വീട് എന്ന കഥാസമാഹാരത്തിന്റെ പ്രകാശനം കവി ആലങ്കോട് ലീലാകൃഷ്ണൻ, എഴുത്തുകാരൻ PK പാറക്കടവിനെ നൽകി പ്രകാശനം നിർവഹിക്കും. തൃശൂർ അതിരൂപതയ്ക്ക് പുതിയ വികാരി ജനറൽ. ഫാദർ ജെയ്സൺ കൂനംപ്ലാക്കലിനെ പുതിയ വികാരി ജനറലായി നിയമിച്ചു. നിയമനം ഫെബ്രുവരി 5 മുതൽ പ്രാബല്യത്തിൽ വരും. തൃശൂർ നഗരത്തിൽ SFI പ്രവർത്തകർ പ്രകടനം നടത്തി. മാളയിലെ ഡിസോൺ കലോത്സവത്തിനിടെ SFI പ്രവർത്തകരെ KSU പ്രവർത്തകർ മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ചാണ് പ്രകടനം. കുട്ടനെല്ലൂർ ശ്രീ C. അച്യുതമേനോൻ ഗവൺമെന്റ് കോളേജ് മാത്തമാറ്റിക്സ് ആൻഡ് ഡാറ്റ സയൻസ് ഫെസ്റ്റിന്റെ ലോഗോ ലോഞ്ചിംഗ് ചലച്ചിത്ര നടൻ നന്ദകിഷോർ നിർവഹിച്ചു. കോളേജ് പ്രിൻസിപ്പൽ PK വിജയൻ അധ്യക്ഷത വഹിച്ചു. ഫെബ്രുവരി 25-നാണ് ഫെസ്റ്റ്. കയ്പമംഗലം കൊപ്രക്കളത്ത് തെരുവുനായ കോഴികളെ കടിച്ചുകൊന്നു. കൊപ്രക്കളം ശാന്തിനഗർ പുഴങ്കരയിലെത്ത് ഷെരീഫിന്റെ വീട്ടിൽ വളർത്തിയിരുന്ന കോഴികളെയാണ് തെരുവുനായ ആക്രമിച്ചത്. ഇതോടെ സ്പീഡ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.